അസ്സലാമു അലൈക്കും. നാം എല്ലാവരും ജീവിതത്തിൽ എന്തോ നേടാൻ വേണ്ടി ഓടുകയാണ്. വിജയം നേടാൻ, സന്തോഷം കണ്ടെത്താൻ, മനസ്സിന് സമാധാനം കിട്ടാൻ. പക്ഷേ ചിലപ്പോൾ ആ വാതിലുകളെല്ലാം അടഞ്ഞു പോയതുപോലെ തോന്നുന്നുണ്ടോ? എത്ര ശ്രമിച്ചാലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. അവിടെ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് അള്ളാഹുവിൻ്റെ ഈ ശക്തമായ നാമം നാം ഓർക്കേണ്ടത്. യാ ഫത്താഹ് യാ അല്ലാഹ്. വാതിലുകൾ തുറക്കുന്നവൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നവൻ, വിജയത്തിലേക്ക് വഴി തുറക്കുന്നവൻ എന്നെല്ലാമാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ജീവിതത്തിലെ ഓരോ അടഞ്ഞ വാതിലിനും ഒരു തുറക്കുന്ന ശക്തിയുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അനുമതിയിലാണ്. നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഇൻ്റർവ്യൂവിന് മുന്നിൽ നിൽക്കുമ്പോൾ, ഒരു വലിയ തീരുമാനമെടുക്കുമ്പോൾ എല്ലാം നാം ഈ യാ ഫത്താഹ് യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ ഈ നാമം പറയാൻ ശ്രമിക്കുക. വീട്ടിലെ പ്രശ്നങ്ങളിൽ, ആരോഗ്യത്തിലെ ആശങ്കയിൽ, ബന്ധങ്ങളിലെ തകരാറുകളിൽ എല്ലാം നാം ഈ നാമം ചൊല്ലാൻ ശ്രമിക്കുക. നമ്മൾ ശ്രമിക്കണം, പക്ഷേ വിശ്വാസത്തോടെ ശ്രമിക്കണം. കാരണം ശ്രമം നമ്മുടെ ഭാഗം, പക്ഷേ വിജയം നൽകുന്നത് അള്ളാഹു ആണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എനിക്ക് കഴിയില്ല, എൻ്റെ ഭാഗ്യം മോശം, എൻ്റെ ജീവിതം അടഞ്ഞ വാതിലുകളാണ്. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഹൃദയം തകർന്നപ്പോൾ പോലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ പോലും അവൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദിവസവും അള്ളാഹുവിൻ്റെ ഈ ഇസ്മ പതിവാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിത വിജയം നിങ്ങളുടെ പരിശ്രമവും നിങ്ങളുടെ പ്രാർത്ഥനയും ചേർന്നാൽ അത് ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും. ഓർക്കുക, വിജയം ഒരു ദിവസം പെട്ടെന്ന് വരുന്നില്ല. പക്ഷേ വിശ്വാസമുണ്ടെങ്കിൽ വഴികൾ തുറക്കാതെ ഇരിക്കില്ല. ഇന്നു മുതൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, നിങ്ങളുടെ എല്ലാ വെല്ലുവിളികളിലും ഈ നാമം പറയാൻ ശ്രമിക്കൂ. യാ ഫത്താഹ് യാ അല്ലാഹ്. വിജയത്തിൻ്റെ വാതിലുകൾ തുറക്കട്ടെ, നിങ്ങളുടെ ജീവിതം പ്രകാശിക്കട്ടെ. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക.